Good afternoon. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, റൈറ്റ്? അപ്പോൾ അതിലെന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരുന്നു? മെഡിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, അതുമൂലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ വേസ്റ്റുകളും ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഏതാണ്? ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിച്ചു. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ഈ ടോക്സിക് വേസ്റ്റ് മൂലം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉണ്ടാകാൻ ചാൻസ് ഉള്ള റിസ്കുകൾ റെഡ്യൂസ് ചെയ്യുക, ട്രീറ്റ്മെന്റിന്റെ റേറ്റ് പ്രൈസ് കുറയ്ക്കുക, അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു? നോൺ ഹസാഡസ് ആയിട്ടുള്ള ജനറൽ വേസ്റ്റുകളെ റീയൂസ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയായിരുന്നു അതിന്റെ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ പഠിച്ചത്. പിന്നെന്തായിരുന്നു പഠിച്ചത്? സോഴ്സസ് പഠിച്ചു അല്ലേ? ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് സോഴ്സസിൽ നിന്നാണ്. ഏതൊക്കെയായിരുന്നു രണ്ട് സോഴ്സ്? പ്രൈമറി സോഴ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സെക്കൻഡറി സോഴ്സ് വരുന്നുണ്ട്. ദെൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായ പ്രകാരം ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? 8 കാറ്റഗറീസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഏതൊക്കെയായിരുന്നു 8 കാറ്റഗറീസ്? ഡെൽന, 8 categories of biomedical waste ഏതൊക്കെയായിരുന്നു? General waste, pathological, radioactive, chemical, infectious or potentially infectious waste, sharps, pharmaceutical, pressurized container. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. ഓക്കെ. ആൻഡ് പിന്നെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഒരു ചാർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ബയോമെഡിക്കൽ വേസ്റ്റിനെ എന്താണ് 2 ടൈപ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഹസാഡസ് വേസ്റ്റ് വരുന്നുണ്ട്, നോൺ ഹസാഡസ് വേസ്റ്റ് വരുന്നുണ്ട്. ഹസാഡസ് വേസ്റ്റില് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? 2 ടൈപ്സ് ഓഫ് ഹസാഡസ് വേസ്റ്റ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഇൻഫെക്ഷസ് വേസ്റ്റ് വരുന്നുണ്ട്, ദെൻ അതർ ഹസാഡസ് വേസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അതർ ഹസാഡസ് വേസ്റ്റിലായിരുന്നു റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്താണെന്ന് പഠിച്ചു. ഡിസ്കാർഡഡ് ഗ്ലാസ് ഉൾപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, ദെൻ കെമിക്കൽ വേസ്റ്റ്, സൈറ്റോടോക്സിക് വേസ്റ്റ്, ഇൻസിനറേറ്റർ, ആഷ്. എന്താണ് ഇൻസിനറേറ്റർ? എന്തായിരുന്നു ഇൻസിനറേറ്റർ? ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വേസ്റ്റുകളെ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇൻസിനറേറ്റർ. ക്ലിയർ ആണോ? അവിടെ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഏതാണ്? താഴെ ഒരു ടേബിൾ ഉണ്ട്, കണ്ടോ? എന്താ അതിൽ പറയുന്നത്? ഫസ്റ്റ് ആ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് എന്താ? ബയോളജിക്കൽ റിസ്ക്. ബയോളജിക്കൽ റിസ്ക് അതായത് ഇൻഫെക്ഷസ് റിസ്കുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇൻഫെക്ഷന് കാരണമാകുന്ന വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഷാർപ്സ് വേസ്റ്റ് വരുന്നുണ്ട്. ഷാർപ്സിൽ ഏതൊക്കെ വരുന്നുണ്ട്? നീഡിൽസ് വരുന്നുണ്ട്, ബ്ലേഡ്സ് വരുന്നുണ്ട്, ബ്രോക്കൺ ഗ്ലാസസോ ബ്രോക്കൺ പീസസ് വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഷാർപ്സ് വേസ്റ്റ്? ഒരു ഇൻഫെക്ഷസ് വേസ്റ്റിന് എക്സാമ്പിൾസ് ആണ് നീഡിൽസ്, ബ്ലേഡ്സ് ആൻഡ് ബ്രോക്കൺ ഗ്ലാസസ്. ദെൻ ഇൻഫെക്ഷസ് വേസ്റ്റ്, വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ്, ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ വേസ്റ്റുകളും. കോട്ടൺ ആവാം, ബാൻഡേജ് ആകാം, ഡ്രസ്സിങ്സ് ആകാം, ഇതെല്ലാം എന്താണ്? ഇൻഫെക്ഷസ് വേസ്റ്റ് ആണ്. അതേപോലെ തന്നെ കൾച്ചേഴ്സ്, ഐസൊലേഷൻ, ഒരു പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും എങ്ങനെയാണ്? ഇൻഫെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ രീതിയിൽ ഉൾപ്പെടുന്ന എല്ലാ മെറ്റീരിയൽസും ഐസൊലേറ്റഡ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ ഇൻഫെക്ഷസ് വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ദെൻ പാത്തോളജിക്കൽ വേസ്റ്റിൽ ഏതൊക്കെയാ വരുന്നത്? ബോഡി പാർട്സ് വരുന്നുണ്ട്, ഹ്യൂമൻ ടിഷ്യൂസ്, ദെൻ അനിമൽ കാർക്കസസ്. എന്താ അനിമൽ കാർക്കസസ്? മൃതശരീരങ്ങൾ. ഇതെല്ലാം എങ്ങനെയാണ്? ഇൻഫെക്ഷസ് റിസ്ക് ഉള്ള വേസ്റ്റുകളാണ്. ക്ലിയർ ആണോ? എന്താ ഇൻഫെക്ഷസ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതുമായിട്ട്, ഇത്തരം വേസ്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് എന്താണ്? ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട്, പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. മേ ബി എന്താണ്? ചിലപ്പോൾ വൂൺസ് ഉണ്ടെങ്കിൽ, മുറിവുകൾ ഉണ്ടെങ്കിൽ, ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അതിലൂടെ എന്താണ്? ഇൻഫെക്ഷൻ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയായിരുന്നു? ഷാർപ്പ് വേസ്റ്റ് വരുന്നുണ്ട്, ഇൻഫെക്ഷസ് വേസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പത്തോളജിക്കൽ വേസ്റ്റും ഉൾപ്പെടുന്നുണ്ട്. ദെൻ കെമിക്കൽ റിസ്ക്.
ആ ഒരു കാറ്റഗറീസിൽ ഏതൊക്കെ വേസ്റ്റാ ഉൾപ്പെടുന്നത്? കെമിക്കൽ റിസ്ക്. ഫസ്റ്റ് വൺ എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? എക്സ്പയർഡ് ഡ്രഗ്സ്, ഓക്കെ, എക്സ്പയർഡ് വാക്സിൻ, സൈറ്റോടോക്സിക് വേസ്റ്റ്, എന്താണ് ഉപയോഗശൂന്യമായി ഉപയോഗിക്കാത്ത അൺയൂസ്ഡ് മെഡിസിൻസ് വരാം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് വരാം, വാക്സിൻസ് വരാം. അതേപോലെ തന്നെ സൈറ്റോടോക്സിക് വേസ്റ്റ് എന്തായിരുന്നു? സൈറ്റോടോക്സിക് ഓർക്കുന്നുണ്ട്? എന്തായിരുന്നു? ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണ്. ഹ്യൂമൻ സെല്ലിനെ, ലിവിങ് സെല്ലിനെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണ് ഏത്? സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കീമോതെറാപ്പി ആ ഡ്രഗ്സിൽ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രഗ്സ് സൂക്ഷിക്കുന്ന ബോട്ടിൽസ് എങ്ങനെയാണ്? ഒരു സൈറ്റോടോക്സിക് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഫൈനലി ആ ഉപയോഗശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ആ മരുന്നിന്റെ ഉപയോഗശേഷം ആ ബോട്ടിലിൽ സൈറ്റോടോക്സിക് സബ്സ്റ്റാൻസസ് പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആ ബോട്ടിൽ എന്താണ്? സൈറ്റോടോക്സിക് വേസ്റ്റ് ആണ്. ആ സമയത്ത് യൂസ് ചെയ്യുന്ന ഗ്ലൗസുകൾ അല്ലെങ്കിൽ PP ഇതെല്ലാം സൈറ്റോടോക്സിക് വേസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. അത് ക്ലിയർ ആണോ? ദെൻ കെമിക്കൽ വേസ്റ്റ്. കെമിക്കലിൽ ഏതൊക്കെ വരാം? കെമിക്കൽ വേസ്റ്റിൽ ഏതൊക്കെ വരാം? കെമിക്കൽ സോൾവെന്റ്സ് വരാം, മെർക്കുറി, ക്ലീനേഴ്സ്, ബാറ്ററീസ്. ഏതൊക്കെയാണ്? നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഉണ്ട് അല്ലേ? മെഡിസിൻസ് വരാം അല്ലെ? എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ്. ഇതെല്ലാം ഏതാണ്? കെമിക്കൽ വേസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ദെൻ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. എന്താണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറഞ്ഞാല്? അതിൽ വരുന്നതാണ് റേഡിയോ ന്യൂക്ലൈഡ്സ്. എന്താണ് റേഡിയോ ന്യൂക്ലൈഡ്സ് എന്ന് പറഞ്ഞാല്? റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളാണ് റേഡിയോ ന്യൂക്ലൈഡ്സ് എന്നറിയപ്പെടുന്നത്. ഇത്തരം ഐസോടോപ്പുകൾ എന്താണ്? റേസുകൾ അല്ലെങ്കിൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇത്തരം ഐസോടോപ്പുകൾക്ക് ഉണ്ട് അല്ലെ? നമ്മൾ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ്, അതിലെന്താണ്? കൊബാൾട്ട് 60 യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഐസോടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓർഗൻസിന്റെ അബ്നോർമാലിറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളിലും എന്താണ്? ടെക്നീഷ്യം, ഇറിഡിയം പോലുള്ള ഐസോടോപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഐസോടോപ്പിനുള്ള പ്രത്യേകത എന്താണ്? ഇതിന്റെ ഉപയോഗത്തിന്റെ സമയത്ത് ഇതെന്ത് ചെയ്യുന്നുണ്ട്? റേസുകൾ എമിറ്റ് ചെയ്യുന്നുണ്ട്, റേഡിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എല്ലാം ഏത് വേസ്റ്റിലാണ് വരുന്നത്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആ ടേബിൾ ക്ലിയർ ആണോ? ബയോളജിക്കൽ റിസ്ക് ഉണ്ടാകുന്നുണ്ട്, പിന്നെ എന്താണ്? കെമിക്കൽ റിസ്ക്. ബയോളജിക്കൽ റിസ്കിൽ ഏതൊക്കെയാ വരുന്നത്? ഷാർപ്പ് വേസ്റ്റ് വരുന്നുണ്ട്, ഇൻഫെക്ഷസ് വേസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പത്തോളജിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. ദെൻ കെമിക്കൽ റിസ്ക് ഏതാണ്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്, ദെൻ കെമിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്, ആൻഡ് ദ ലാസ്റ്റ് വൺ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ക്ലിയർ ആണോ? നമ്മൾ ആ ചാർട്ടിൽ പഠിച്ചു തന്നെ ജസ്റ്റ് ഒരു ടേബിൾ ഫോർമാറ്റിൽ കൊടുത്തേക്കുന്നതാണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? Then Biomedical Waste Management Rules 1998. 1998. Okay. Ministry of Environment and Forest have promptly developed and released guidelines to the hospital to guarantee the safe and correct disposal of waste. Biomedical Waste Management and Handling Rule 1998 came into effect. It offers uniform recommendations and scroll. Okay, Rijo, screen on scroll ചെയ്യാവോ Rijo? ഇപ്പൊ ക്ലിയർ ആണോ? Okay. എന്താണ്? It offers uniform recommendations and code of practice for biomedical waste management. First amendment date on 6/3/2000. ഒരുപാട് സ്ക്രോൾ ആയി പോയി. ഓക്കെ, ഫസ്റ്റ് ലൈൻ കാണുന്നില്ല റിജോ? ഫസ്റ്റ് ലൈൻ, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. അപ്പൊ അതിലെന്താ പറയുന്നത്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, വനം പരിസ്ഥിതി മന്ത്രാലയം എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകൾക്ക്, എല്ലാ ഹോസ്പിറ്റലുകൾക്കും ചില മാർഗനിർദ്ദേശങ്ങൾ, പ്രോപ്പർ ആയിട്ട് വേസ്റ്റുകൾ എങ്ങനെ സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യണം, ഓക്കെ, ഏത് രീതിയിൽ, ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെ സുരക്ഷിതമായിട്ട് ഡിസ്പോസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ എല്ലാ ഹോസ്പിറ്റൽസിനും മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, വനം പരിസ്ഥിതി മന്ത്രാലയം എന്താണ് കൊടുത്തിട്ടുണ്ട്.
Then Biomedical Waste Management and Handling Rule 1998 came into effect. എന്നാണ് ആ നിയമം നിലവിൽ വന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ, ആ നിയമം വന്നത് 1998 നിലവിൽ വന്നത്. It offers uniform recommendations and code of practice for biomedical waste management. ഓക്കെ, ഒരു യൂണിഫോം റെക്കമെൻഡേഷൻ ആണ്, എല്ലാ ഹോസ്പിറ്റലുകൾക്കും പൊതുവായിട്ടൊരു നിയമമാണിത്. ഓക്കെ, ഇത് ഓഫർ ചെയ്യുന്നത് എന്താണ്? എല്ലാ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാ ഹോസ്പിറ്റൽസിനും ഒരേപോലെയാണ് പാലിക്കേണ്ടത്. ഓക്കെ, വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, മെഡിക്കൽ വേസ്റ്റിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എല്ലാ നിർദ്ദേശങ്ങളും എങ്ങനെയാണ്? ഒരു ഹോസ്പിറ്റൽസിന് പ്രത്യേക രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ല കൊടുത്തിരിക്കുന്നത്. എല്ലാ ഹോസ്പിറ്റൽസിനും ഒരേ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് അമെൻമെന്റ് ഡേറ്റഡ് ഓൺ 6/3/2000. ഇതിന്റെ ഫസ്റ്റ് ഭേദഗതി, അതായത് 2000 ഈ 1998 ആദ്യത്തെ നിയമം നിലവിൽ വന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ എന്ന് പറയുന്ന നിയമം നിലവിൽ വന്നത് 1998 ഓക്കെ, അതിനുശേഷം 2000 ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അമെൻമെന്റ്, ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഭേദഗതി മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്നാണ്? 2003 ഓക്കെ, 1998 നിലവിൽ വന്ന നിയമത്തിൽ ഫസ്റ്റ് അമെൻമെന്റ് കൊണ്ടുവന്നത് 2000 ദെൻ സെക്കൻഡ് അമെൻമെന്റ് എന്നായിരുന്നു? 2003 ദെൻ ഓൾസോ 2018 2019 എന്ത് അമെൻമെന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ വനം പരിസ്ഥിതി മന്ത്രാലയമാണ് എല്ലാ ഹോസ്പിറ്റലുകൾക്കും എന്താണ് വേസ്റ്റ് സേഫ് ആയിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ നിയമം നിലവിൽ വന്നത് 1998 അതിനുശേഷം ഫസ്റ്റ് അമെൻമെന്റ് എന്നായിരുന്നു? 2000 ഓക്കെ, അതിനുശേഷം സെക്കൻഡ് അമെൻമെന്റ് എന്നായിരുന്നു? 2003 2018 2019 ഇതേപോലെ സെയിം അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ? ഈ നിയമം അനുസരിച്ച് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നൽകുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ഷോൾ നോട്ട് ബി കമ്പൈൻഡ് വിത്ത് അതർ വേസ്റ്റ്. ഹോസ്പിറ്റലിൽ നിന്നും ഇത്തരം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇത്തരം വേസ്റ്റുകളെ എന്നാൽ അതർ വേസ്റ്റ്, മറ്റുള്ള വേസ്റ്റുമായിട്ട് എന്താണ് കമ്പൈൻഡ് ചെയ്യാനായിട്ട്, കൂട്ടിക്കലർത്താനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളെ എന്താണ് മറ്റുള്ള വേസ്റ്റുകളുമായിട്ട് റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ കഴിയുന്ന മറ്റുള്ള വേസ്റ്റുകളുമായിട്ട് ഇത്തരം ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകളെ മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ക്ലിയർ ആണോ? ആസ് പെർ ലോ അവർ പറയുന്ന ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ഇതാണ്, മറ്റു വേസ്റ്റുകളുമായിട്ട് ഈ ഹസാഡസ് ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റിനെ മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്താ പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൾ ബി സെപ്പറേറ്റഡ് ഇൻടു കണ്ടെയ്നേഴ്സ്, ബാഗ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് ജനറേഷൻ prior to its storage, transportation, treatment and removal. ഓക്കെ, എല്ലാ വേസ്റ്റുകളെയും ഒരേ കണ്ടെയ്നറിലാണോ ഡിസ്പോസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഓരോ വേസ്റ്റുകളെയും സോർട്ട് ഔട്ട് ചെയ്ത് തരം തിരിച്ച് എന്താണ് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേബിൾഡ് ചെയ്ത കണ്ടെയ്നറിലോ ബാഗ്സിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ആ രണ്ട് ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണോ? ഫസ്റ്റ് എന്തായിരുന്നു? 1998 ഈ ലോ നിലവിൽ വന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ചില മാറ്റങ്ങൾ അമെൻമെന്റ് നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ആ നിയമം അനുസരിച്ച് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് അത് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത്, ഡിസ്പോസ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് എല്ലാ ഹോസ്പിറ്റൽസിനും വനം പരിസ്ഥിതി മന്ത്രാലയമാണ് നൽകുന്നത്. ഓക്കെ, ദെൻ അതിലെന്താ ഫസ്റ്റ് നിയമം എന്താ? ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താ പറഞ്ഞത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? മറ്റ് വേസ്റ്റുകളുമായിട്ട് ഇത്തരം ഹസാഡസ് വേസ്റ്റുകളെ മിക്സ് ചെയ്യാനായിട്ട് പാടില്ല, കൂട്ടിക്കലർത്താനായിട്ട് പാടുള്ളതല്ല. പിന്നെന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകളെ സെപ്പറേറ്റ് ചെയ്ത് വേണം അല്ലെ, സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം സെപ്പറേറ്റ് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ. It shall be the duty of each
occupant of a facility producing biomedical waste, which comprises a hospital, nursing home, clinical dispensary, veterinary institution, animal house, pathological laboratory, blood bank, by no matter what name called, to take all steps to make sure that such waste is handled without any negative impact to human health and the environment. എന്താ അതിൽ പറയുന്നത്? പലതരത്തിലുള്ള എന്താണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിൽ നിന്നും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും പലതരത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെയാണ് ആ സോഴ്സസ് പറയുന്നത്? നഴ്സിംഗ് ഹോം ആയിരിക്കാം, ഹോസ്പിറ്റൽസ്, ക്ലിനിക്, ഡിസ്പെൻസറി, വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പത്തോളജിക്കൽ ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്. ഓക്കെ, ഇവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ഹ്യൂമൻ ഹെൽത്തിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ, ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും പരിസ്ഥിതിയെയും അഫക്ട് ചെയ്യാത്ത രീതിയിൽ എന്തായിരിക്കണം, ഇത്തരം മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ ആരാ സ്വീകരിക്കേണ്ടത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് സ്റ്റാഫ് ആണോ ആ സ്റ്റാഫ് സ്വീകരിച്ചിരിക്കണം. അതൊരു ഡ്യൂട്ടിയാണ്, ആ സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ്. ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും എന്താണ് പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ എല്ലാ വേസ്റ്റുകളും പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടത് ഒരു സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്. The hospital waste like the hospital waste like body parts, organs, tissues, blood and body fluids along with soiled linen, cotton, bandage and plaster cast from infected and polluted areas are important to be properly gathered, separated, stored, moved, handled and disposed of in safe approach to avoid nosocomial or hospital developed illness. അതിലെന്താ പറയുന്നത്? ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇത്തരം വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കാം? ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ ഏതൊക്കെയായിരിക്കാം? ബോഡി പാർട്സ് ഉണ്ടാകാം അതിലല്ലേ, ഓർഗൻസ് വരാം, പിന്നെ എന്താണ് ടിഷ്യൂസ് ഉണ്ടായിരിക്കാം, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, എന്താണ് ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ, ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ലിനൻ, കോട്ടൺ, ബാൻഡേജ്, ഡ്രസ്സിങ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ കാസ്റ്റ്, ഡ്രസ്സിങ്സ്, ഇതെല്ലാം എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് വേണം ഓരോ ബാഗ്സിലും ഡിസ്പോസ് ചെയ്യാനായിട്ട്. എല്ലാത്തിനെയും ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു കണ്ടെയ്നറിലാണോ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്? അല്ല അല്ലെ. എല്ലാത്തിനെയും സെഗ്രിഗേറ്റ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് വേർതിരിച്ചതിന് ശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അപ്രോപ്രിയേറ്റ് ആയിട്ട് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ആ പ്രോസസ്സിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ പ്രോസസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്? ഫസ്റ്റ് പ്രോസസ് ആണ് വേസ്റ്റ് കളക്ഷൻ. നമ്മൾ എന്താണ് വേസ്റ്റ് കളക്ട് ചെയ്യണം വേണ്ട, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. വേസ്റ്റ് കളക്ഷൻ ഈസ് എ സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയർ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. Moving of solid waste to the point of treatment or landfill from the point of usage and disposal. അപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത് എന്താണ്? വേസ്റ്റ് കളക്ഷൻ ആണ്. വേസ്റ്റ് മാനേജ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേസ്റ്റ് കളക്ഷൻ ആണ്. എങ്ങനെയായിരിക്കണം വേസ്റ്റ് കളക്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്? ഒരു ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട്. ഷാർട്സ് വരാം, കെമിക്കൽ വേസ്റ്റ് വരാം, പിന്നെ ഏതൊക്കെയാണ്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് വരാം. വേറെ ഏതെങ്കിലും ഉണ്ടോ? കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ വേസ്റ്റ് വരുന്നുണ്ട്. മൈക്രോബ്സുകൾ വരുന്നുണ്ട്. പിന്നെ എന്താണ്? മെർക്കുറി വേസ്റ്റ് വരാം, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ഇത്തരത്തിലുള്ള വേസ്റ്റ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ എന്താണ് സെഗ്രിഗേറ്റ് ചെയ്ത് ഡിഫറെന്റ് എന്താണ് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്. സെഗ്രിഗേഷൻ, അതിലെന്താ പറയുന്നത്?
Segregation makes it simple to stop the spread of illness, make it simple to choose from the disposal choice, and can lessen the burden on the waste treatment system and protect against injuries. സെഗ്രിഗേഷൻ എന്താണ്? സോർട്ട് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ വേർതിരിക്കുക അല്ലെ. വേസ്റ്റുകളെ നമ്മൾ എന്താണ് വേർതിരിച്ചായിരിക്കണം ഓരോ കണ്ടെയ്നറിലും ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പൊ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാതെ തടയാനായിട്ട് ഈ വേർതിരിക്കൽ, ഈ സെഗ്രിഗേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വേസ്റ്റുകളും ഒരുമിച്ചല്ല നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഓരോന്നിനെയും സെഗ്രിഗേറ്റ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആണ് ഡിസ്പോസ് ചെയ്യുന്നത്. അതുമൂലം എന്ത് ചെയ്യുന്നുണ്ട്? അതുമൂലം എന്താണ്? സ്പ്രെഡ്, ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നത് ഒരു പരിധിവരെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ഇതെന്താണ്? ഡിസ്പോസൽ പ്രൊസീജിയർ ഈസി ആകുന്നുണ്ട്. ഇതെന്താണ്? ഫൈനൽ ആയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസിലേക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ടൈമിൽ പിന്നെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുന്നത് അവർക്ക് എന്താണ്? ഈസി ആകുന്നുണ്ട്, ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. പിന്നെന്താണ്? ഇഞ്ചുറീസ് ഉണ്ടാകാതെ തടയുന്നുണ്ട് അല്ലെ. നമ്മൾ എന്താണ്? ഷാർപ്സ് വേസ്റ്റുകൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ഷാർപ്പ് ഒബ്ജക്ട്സുകൾ വരുന്നുണ്ട്. നീഡിൽസ്, സിസേഴ്സ്, സ്കാൽപ്പൽസ്, നൈഫ്സ് പോലുള്ള ഷാർപ്സുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓരോ ഷാർപ്സിനെയും നമ്മൾ ലേബിൾഡ് ചെയ്ത ബാഗിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഇതുമായിട്ട് കളക്ട് ചെയ്യുന്ന ഡിസ്പോസൽ സ്റ്റാഫുകൾക്ക് അത് ഏത് വേസ്റ്റ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഈ ലേബിൾഡ് ചെയ്ത് നമ്മൾ എഴുതുന്നത് എന്താണ്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലേബിൾ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമൂലം എന്താണ്? അവരെ ഇഞ്ചുറീസിൽ നിന്നും ഈ സെഗ്രിഗേഷൻ ഒരു പരിധിവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? സെഗ്രിഗേഷനിൽ നമ്മൾ വേസ്റ്റുകളെ സോർട്ട് ഔട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ്? അസുഖങ്ങൾ സ്പ്രെഡ് ആകാതെ ഒരു പരിധിവരെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചുറീസ് ഉണ്ടാകാതെ ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ ഒരു പരിധിവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് വരുന്നത് അഗൈൻ ഒരു ടേബിൾ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? വേസ്റ്റ് കാറ്റഗറി. ഏത് കാറ്റഗറി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് വേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ കളർ ഓർ ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്. ഏത് കളറിലുള്ള ഏത് കണ്ടെയ്നറിലാണ്, ഏത് ടൈപ്പ് ഓഫ് കണ്ടെയ്നറിലാണ് ആ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്, ഏത് രീതിയാണ്, ഡിസ്പോസൽ മെത്തേഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി നമ്പർ 1 ഏതാണ്? ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ആണ്. എന്താ ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്? അവർക്ക് സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാം. അവർക്ക് ഫസ്റ്റ് വേസ്റ്റ് ഏതാണ്? ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ്? ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്. അതിൽ ഏതൊക്കെ വരാം? ഹ്യൂമൻ ടിഷ്യൂസ് വരുന്നുണ്ട്. ഓർഗൻസ് വരുന്നുണ്ട്. ബോഡി പാർട്സ് വരുന്നുണ്ട്. സർജറി ടൈംസിൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഓർഗൻസോ സർജറി ടൈമിൽ എന്താണ് നമ്മൾ റിമൂവ് ചെയ്യുന്ന, പേഷ്യന്റിൽ നിന്നും റിമൂവ് ചെയ്യുന്ന ഓർഗൻസ് വരാം. ബോഡി പാർട്സ് എല്ലാം ഏത് കളർ ഓഫ് ബാഗ് കണ്ടെയ്നറിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ഇത്തരത്തിൽ വരുന്ന ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റുകളെ യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് അതിൽ ഏതൊക്കെ വരാം? ഹ്യൂമൻ ടിഷ്യൂസ് വരാം. പിന്നെ ഏതാണ്? ഓർഗൻസ് വരാം. ശരീരത്തിന്റെ ഭാഗങ്ങൾ, ബോഡി പാർട്സ് വരാം. ഇത്തരത്തിൽ വരുന്ന ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റുകളെ യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ട മെത്തേഡ് ഏതാണ്? ഇത്തരത്തിലുള്ള ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റുകൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ എന്താണ്? ഒന്നില്ലെങ്കിൽ ഇൻസിനറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ്? ഡീപ് ബെറിയൽ മെത്തേഡ് യൂസ് ചെയ്യാം. എന്താണ് ഇൻസിനറേഷൻ മെത്തേഡ്? നേരത്തെ പറഞ്ഞു എന്തായിരുന്നു ഇൻസിനറേഷൻ പ്രോസസ് അല്ലെങ്കിൽ ഇൻസിനറേഷൻ മെത്തേഡ് എന്താണ്? ഇൻസിനറേറ്റർ എന്താണെന്ന് പഠിച്ചു അല്ലെ? ഇൻസിനറേറ്റർ ഡിവൈസ് എന്താണെന്ന് പഠിച്ചു. അപ്പൊ ഇൻസിനറേഷൻ എന്തായിരിക്കും? ഒരു ഫണലിൽ ഇട്ടിട്ട് ബേൺ ചെയ്യുന്ന. അതെ, വെരി ഗുഡ്. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വേസ്റ്റുകളെ എന്ത് ചെയ്യുന്നു? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വേസ്റ്റുകളെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്.
ഇൻസിനറേഷൻ ആഷ് നമ്മൾ പഠിച്ചില്ലേ, അതിലുണ്ടാകുന്ന ഇൻസിനറേറ്റർ ഡിവൈസിൽ അവശേഷിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പ്രോസസ്സിനെയാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതാണ് ഡീപ് ബെറിയൽ മെത്തേഡ് യൂസ് ചെയ്യാം. എന്താണ് ഡീപ് ബെറിയൽ എന്ന് പറഞ്ഞാൽ? ദഹിപ്പിക്കല്. ഓക്കെ, ആ രീതിയിൽ ഇത്തരത്തിലുള്ള ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് കാറ്റഗറി ക്ലിയർ ആണോ? ഫസ്റ്റ് കാറ്റഗറി വേസ്റ്റ് ഏതാണ്? ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ്? ഹ്യൂമൻ ഏതൊക്കെ വരാം? ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്. ഏത് കളർ ഓഫ് കണ്ടെയ്നറിലാണ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്സിൽ. ഓക്കെ, അപ്പൊ യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്സ് കണ്ടാൽ എന്താണ്? അതിൽ ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ആയിരിക്കും ഡിസ്പോസ് ചെയ്യേണ്ടത്. ഏത് മെത്തേഡിലാണ് ഇതിനെ ഫൈനലി നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നത് ഏത് രീതിയിലാണ്? റിമൂവ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ഇൻസിനറേഷൻ മെത്തേഡ്. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ഇൻസിനറേഷൻ മെത്തേഡ്, ആ ഒരു പ്രോസസ്സിലൂടെ വേസ്റ്റുകളെ റെഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡീപ് ബെറിയൽ, ദഹിപ്പിക്കലിലൂടെ എന്താണ്? വേസ്റ്റുകളെ റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. അത് ക്ലിയർ ആണല്ലോ? സെക്കൻഡ് കാറ്റഗറി ഏതാണ്? അനിമൽ വേസ്റ്റ് ആണ്. ഫസ്റ്റ് വൺ ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ആയിരുന്നു. ആൻഡ് സെക്കൻഡ് വൺ വിച്ച് ഈസ് അനിമൽ വേസ്റ്റ് ആണ്. അനിമൽ വേസ്റ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? അനിമൽ ടിഷ്യൂസ് വരാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനിമൽ ടിഷ്യൂസ് വരാം, ഓർഗൻസ് വരാം, ബോഡി പാർട്സ് വരാം, കാർക്കസസ് എന്താണ്? മൃതശരീരങ്ങൾ വരാം, ബ്ലീഡിംഗ് പാർട്സ്, ഫ്ലൂയിഡ്, ബ്ലഡ് ആൻഡ് എക്സ്പെരിമെന്റൽ അനിമൽ യൂസ്ഡ് ഇൻ റിസർച്ചിൽ ഉപയോഗിക്കുന്ന അനിമൽസിന് ഏതെങ്കിലും പാർട്ട് വരാം, ബ്ലഡ് വരാം. പിന്നെ ഏതാണ്? വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറ്റിനറി ഹോസ്പിറ്റൽസ് ആൻഡ് കോളേജസ്, ഹോസ്പിറ്റൽ ഫ്രം ഡിസ്ചാർജ്, ഇത്തരം ഹോസ്പിറ്റൽസിൽ നിന്നും ക്ലിനിക്സിൽ നിന്നും എന്താണ് പുറന്തള്ളുന്ന വേസ്റ്റുകൾ വരാം. ഇതെല്ലാം അനിമൽ വേസ്റ്റ് ആയിട്ടാണ്, ആ ടൈപ്പ് ഓഫ് വേസ്റ്റിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഇത്തരത്തിലുള്ള അനിമൽ വേസ്റ്റുകളെയും ഏത് കളർ ഓഫ് കണ്ടെയ്നറിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അനിമൽ വേസ്റ്റുകളെ യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതിനെയും റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതൊക്കെയാണ്? ഇൻസിനറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ്? ഡീപ് ബെറിയൽ മെത്തേഡ്, ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വേസ്റ്റുകളെ റെഡ്യൂസ് ചെയ്യാം. ഇൻസിനറേഷൻ മെത്തേഡിന്റെ എന്താണ് ബെനിഫിറ്റ് എന്തായിരിക്കാം? ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ് ബെറിയൽ മെത്തേഡിന്റെ ബെനിഫിറ്റ് എന്താണ്? ഹോസ്പിറ്റലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി, വോളിയം കുറയ്ക്കാനായിട്ട് ഇൻസിനറേഷൻ മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ക്വാണ്ടിറ്റി, ഹൈ ടെമ്പറേച്ചറിൽ എന്താണ് ഇത്തരം വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് മൂലം, ബേൺ ചെയ്യിക്കുന്നത് മൂലം അതെന്താണ്? ആഷിന്റെ ഫോമിലോട്ട് മാറുന്നുണ്ട്. അതിന്റെ ക്വാണ്ടിറ്റി, വോളിയം കുറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കാറ്റഗറി നമ്പർ 2 ക്ലിയർ ആണോ? അനിമൽ വേസ്റ്റ് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ്. അനിമൽ വേസ്റ്റ് ആണെങ്കിലും ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ആണെങ്കിലും യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഫൈനലി അതിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? രണ്ടിനും സെയിം മെത്തേഡാണ്. ഏതാണത്? ഇൻസിനറേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഏതാണ്? ഡീപ് ബെറിയൽ മെത്തേഡ്. ക്ലിയർ ആണോ? ദെൻ കാറ്റഗറി നമ്പർ 3 ഏതാണ്? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. ഏതൊക്കെയായിരിക്കാം അതിൽ ഉൾപ്പെടുന്നത്? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. Waste from laboratory cultures, stocks or specimen of live microorganisms, human and animal cell cultures used in research and infectious agents from research and industrial laboratories, biological production by produce waste toxins and devices utilized to transfer cultures. ഏതൊക്കെയാണ്? ലാബിൽ യൂസ് ചെയ്യുന്ന സാമ്പിൾസുകൾ എന്താണ്? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമൻ സെൽസ്, അനിമൽ സെൽസ്, ഇത്തരം സാമ്പിൾസുകൾ എന്താണ്? മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, ടെസ്റ്റ് ട്യൂബ്സ്, നീഡിൽസ്, ഓക്കെ, ഇതെല്ലാം എങ്ങനെയാണ്? സിറിഞ്ച്, ഇതെല്ലാം എങ്ങനെയാണ്? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത്തരം വേസ്റ്റുകളെ ഏത് കളർ ഓഫ് കണ്ടെയ്നറിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? യെല്ലോ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഏതാണ്? റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, യെല്ലോ അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്?
അതിനെ ഫൈനലി ഡിസ്പോസ് ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് ഏതൊക്കെയായിരിക്കാം? ലോക്കൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ. ഓക്കെ, ഈ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വേസ്റ്റുകളെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഓട്ടോക്ലേവിംഗ് എന്തായിരുന്നു? ഓട്ടോക്ലേവിംഗ് നമ്മൾ പഠിച്ചത്. എന്താണ് ഓട്ടോക്ലേവിംഗ്? അറിഞ്ഞോയോ? ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് ആ ടെമ്പറേച്ചറിന്റെ ഫലമായിട്ട് എന്താണ്? സ്റ്റീം വരുന്നുണ്ട് അല്ലെ? ആ സ്റ്റീമിന്റെ ഹെൽപ്പോട് കൂടി ഡിവൈസുകളെ സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. കിട്ടിയോ? എന്താണ് ഓട്ടോക്ലേവിംഗ്? സ്റ്റീം യൂസ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറിന്റെ ഫലമായി ഉണ്ടാകുന്ന സ്റ്റീം യൂസ് ചെയ്ത് ഡിവൈസുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളെ സ്റ്റെറിലൈസ് ചെയ്യുന്ന, ജെം ഫ്രീ ആക്കി എടുക്കുന്ന പ്രോസസ് ആണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻസിനറേഷൻ എന്തായിരുന്നു? എന്താണ് ഇൻസിനറേഷൻ? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് മെഡിക്കൽ വേസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് അല്ലെ? ഓക്കെ, റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഏത്? ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ദെൻ മൈക്രോവേവിംഗ് എന്താണ്? മൈക്രോവേവിംഗ് എന്തായിരിക്കാം? മൈക്രോവേവ് എനർജിയുടെ ഹെൽപ്പോട് കൂടി വേസ്റ്റുകൾ എന്താണ്? ഹൈ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എന്താകുന്നുണ്ട്? വേസ്റ്റുകളിൽ നിന്നും ഇൻഫെക്ഷൻസ്, ബാക്ടീരിയാസ് പോലുള്ള ഇൻഫെക്ഷൻസ് എന്താകുന്നുണ്ട്? അണുക്കള് റിമൂവ് ആകുന്നുണ്ട്. ആ ഒരു പ്രോസസ് ആണ് മൈക്രോവേവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 രീതിയിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഈ മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റുകളെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? മൈക്രോവേവ് ഒന്നുകൂടെ പറയാവോ? പറയാം. ഓട്ടോക്ലേവിംഗ് ക്ലിയർ ആണല്ലോ. ഹൈ ടെമ്പറേച്ചറിന്റെ ഫലമായി ഉണ്ടാകുന്ന സ്റ്റീമിങ്ങിലൂടെയാണ് ഡിവൈസുകളെ എന്ത് ചെയ്യുന്നത്? ജെം ഫ്രീ ആക്കി എടുക്കുന്നത്. ഓക്കെ, മൈക്രോവേവിംഗ് എന്താണ്? മൈക്രോവേവ് എനർജിയുടെ ഹെൽപ്പോട് കൂടി മെഡിക്കൽ വേസ്റ്റുകളിൽ നിന്നും ഇൻഫെക്ഷൻസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ് മൈക്രോവേവിംഗ്. ഓക്കെ, ആ വേസ്റ്റുകളിൽ നിന്നും ഇൻഫെക്ഷൻ എന്താണ്? പാത്തജൻസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. വേസ്റ്റുകൾ അതേപോലെ തന്നെ ഉണ്ടാവും, പക്ഷെ ആ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ പാത്തജൻസിനെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ് മൈക്രോവേവ് എന്ന് പറയുന്നത്. ദെൻ ഇൻസിനറേഷൻ എന്തായിരുന്നു? ഹൈ ടെമ്പറേച്ചറിലൂടെ ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകളെ കടത്തിവിട്ട് അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഇൻസിനറേഷൻ. അതിനുപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഏത്? ഇൻസിനറേറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് കാറ്റഗറി ഏതാണ്? ഷാർപ്സ്. ഏതൊക്കെ വരാം ഷാർപ്സില്? നീഡിൽസ്, syringes, scalpels, blades, glass, etc. Okay, that might lead to puncture and wounds. This applies to both used and unused sharps. Okay, വേസ്റ്റ് ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതായ എല്ലാ ഷാർപ്സുകളും, നീഡിൽസ് വരാം, സിറിഞ്ചസ്, സ്കാൽപ്പൽസ് അല്ലെ? സർജറി ടൈമിൽ സർജൻസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് നൈഫ്സ് ആണ് സ്കാൽപ്പൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്ലേഡ്സ്, ഗ്ലാസ്, ഇതെല്ലാം ഷാർപ്സ് വേസ്റ്റിലാണ്, ആ കാറ്റഗറീസിലാണ് വരുന്നത്. അപ്പൊ ഇത്തരം വേസ്റ്റുകളെ ഏത് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ബ്ലൂ, വൈറ്റ്, ട്രാൻസ്ലൂസന്റ്, പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്പോസ് ചെയ്യേണ്ടത്. അതിന് ഏത് രീതിയിൽ, ഏത് മെത്തേഡാ യൂസ് ചെയ്യേണ്ടത്? ഡിസിൻഫെക്ട് ചെയ്യാം അല്ലേ? ഒരു വേ എന്താണ്? ഒരു രീതി എന്താണ്? ഡിസിൻഫെക്ട് ചെയ്യാം. ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ എന്താണ് അതുമായിട്ട് കോണ്ടാക്ട് വന്ന ഷാർപ്സ് ആണെങ്കിൽ നമുക്ക് ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്യാം. ഏതായിരുന്നു ആ സൊല്യൂഷൻ? അറിഞ്ഞോയോ? ഏതായിരുന്നു? ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ സ്പില്ലേജ് ഉണ്ടായാൽ ഏത് സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. വെരി ഗുഡ്. 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ എന്താണ്? ഓട്ടോക്ലേവിംഗ് ചെയ്യാം. ഓക്കെ, സ്റ്റീമിംഗ് യൂസ് ചെയ്ത് എന്താണ് അത്തരത്തിലുള്ള ഷാർപ്സുകളെ നമുക്ക് ജെം ഫ്രീ ആക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മൈക്രോവേവിംഗ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണ്? മ്യൂട്ടിലേഷൻ മെത്തേഡ് എന്താണ്?
ഡിസിൻഫെക്ട് ചെയ്ത് അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്ത് എന്താണ് അതിനെ ജം ഫ്രീ ആക്കി എടുക്കാം. അല്ലെങ്കിൽ എന്താണ് മ്യൂട്ടിലേഷൻ ചെയ്യാം. ഇത്തരത്തിലുള്ള നീഡിൽസിനെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എന്താണ് രൂപമാറ്റം വരുത്താവുന്നതാണ്. മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ഉപയോഗിക്കാൻ കഴിയാതെ എന്താണ് കഴിയാത്ത രീതിയിലുള്ള രൂപമാറ്റം വരുത്തുക. ഓക്കെ, അതാണ് മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ ഷ്രെഡിങ് എന്താണ്? ഷ്രെഡിങ് ഇത്തരം വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സൈസ് കുറയ്ക്കാനായിട്ട് ചെറിയ പീസുകളാക്കി മാറ്റാവുന്നതാണ്. അതാണ് ഷ്രെഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഷാർപ്സുകളെ നീഡിൽസിന് അല്ലെങ്കിൽ സിറിഞ്ച്, സ്കാൽപ്പൽസ് പോലുള്ളവയെ റീയൂസ് ചെയ്യാൻ കഴിയുന്നവയാണെങ്കിൽ ഏത് മെത്തേഡാ യൂസ് ചെയ്യേണ്ടത്? നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ ഏത് മെത്തേഡാ യൂസ് ചെയ്യേണ്ടത്? ഡിസിൻഫെക്റ്റിംഗ്. ഡിസിൻഫെക്ട് ചെയ്യാം അല്ലെ? ഒരു പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ യൂസ് ചെയ്ത് ഡിസിൻഫെക്റ്റന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിലോ ഓട്ടോക്ലേവിംഗ് ചെയ്യാൻ പാടില്ലേ? ഓട്ടോക്ലേവിംഗും ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അല്ലെങ്കിൽ പിന്നെ ഏതാണ്? നശിപ്പിച്ച് കളയാനായിട്ട് മ്യൂട്ടിലേഷൻ, അതിന്റെ രൂപമാറ്റം വരുത്താവുന്നതാണ്. നീഡിൽസ് ഒക്കെ വൺ ടൈം യൂസ് ആണ്. അത്തരത്തിലുള്ള നീഡിൽസിനെയൊക്കെ എന്താണ് റീയൂസ് ചെയ്യാൻ കഴിയാത്ത എല്ലാ ഷാർപ്സുകളെയും എന്താണ് മ്യൂട്ടിലേഷന് വിധേയമാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഷ്രെഡിങ്ങും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ ഏത് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ട്രാൻസ്ലൂസന്റ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നറിലായിരിക്കണം. പങ്ക്ചർ പ്രൂഫ് ആയിരിക്കണം. എന്താ പങ്ക്ചർ പ്രൂഫ്? എന്താ പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഷാർപ്പ് ഒബ്ജക്ട്സ് പുറത്തേക്ക് തള്ളി നിൽക്കാതെ ഓക്കെ, ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന, കീറി പോകാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടെയ്നേഴ്സ് ആയിരിക്കണം. പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സിലായിരിക്കണം ഷാർപ്പ് ഒബ്ജക്ട്സുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? കാറ്റഗറി നമ്പർ 4 ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് കാറ്റഗറി ഏതായിരുന്നു? ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് ആയിരുന്നു. അത് ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഹ്യൂമൻ ടിഷ്യൂസ് വരുന്നുണ്ട്, ഓർഗൻസ് വരുന്നുണ്ട്, ബോഡി പാർട്സ് വരുന്നുണ്ട്. യെല്ലോ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി അത് അത്തരം വേസ്റ്റുകൾ റിമൂവ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ്? ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? 2 മെത്തേഡ് പറയുന്നുണ്ട്. ഇൻസിനറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അതുമല്ലെങ്കിൽ ഡീപ് ബെറിയൽ മെത്തേഡ് ദഹിപ്പിക്കലും ചെയ്യാവുന്നതാണ്. ദെൻ രണ്ടാമത്തെ ഏതാ? അനിമൽ വേസ്റ്റ്. സെയിം ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് അനിമൽ വേസ്റ്റിനെയും കൺസിഡർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇൻസിനറേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഡീപ് ബെറിയൽ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ദെൻ കാറ്റഗറി നമ്പർ 3 ആണെങ്കിൽ എന്തൊക്കെയാ പ്രത്യേകതകൾ? ഏത് തരം വേസ്റ്റ് ആണ് വരുന്നത്? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. അത്തരം വേസ്റ്റുകളെ യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. അതിനെ ഫൈനലി റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാ? ഓട്ടോക്ലേവിംഗ് യൂസ് ചെയ്യാം, മൈക്രോവേവിംഗ് യൂസ് ചെയ്യാം, ഇൻസിനറേഷൻ യൂസ് ചെയ്യാം. എന്താണ് ഓട്ടോക്ലേവിംഗ്? ആര്യ, ഓട്ടോക്ലേവിംഗ് എന്തായിരുന്നു? സ്റ്റീം ചെയ്യാൻ. എങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ് ഓട്ടോക്ലേവിംഗ്? എങ്ങനെയാ ക്ലീൻ ചെയ്യുന്നത്? ഹൈ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിൽ സ്റ്റീം ചെയ്തെടുത്താണ് ഡിവൈസുകളെ ജെം ഫ്രീ ആക്കുന്നത്. ഓക്കെ, ദെൻ മൈക്രോവേവിംഗ് എന്തായിരുന്നു? ഫസീല. മൈക്രോവേവ് എനർജി യൂസ് ചെയ്തിട്ട് ഇൻഫെക്ഷൻസ് റിമൂവ് ചെയ്യാം. പാത്തജൻസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് മൈക്രോവേവിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻസിനറേഷൻ എന്തായിരുന്നു? നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇൻസിനറേഷൻ? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് മെഡിക്കൽ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റിന്റെ എന്താണ് വോളിയം റെഡ്യൂസ് ചെയ്യുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഇൻസിനറേഷൻ. അതിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? ഇൻസിനറേറ്റർ. ഓക്കെ, ആൻഡ് വേസ്റ്റ് ഷാർപ്സ് ആണെങ്കിലോ എന്താ ചെയ്യേണ്ടത്? ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് എന്താണ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഏത് മെത്തേഡാ സെലക്ട് ചെയ്യേണ്ടത്? ഏത് മെത്തേഡാണ്? ഡിസിൻഫെക്റ്റിംഗ് ചെയ്യാം, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, മ്യൂട്ടിലേഷൻ, ഷ്രെഡിംഗ്.
ഓക്കെ, ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും റീയൂസ് ചെയ്യാൻ കഴിയുന്ന ഷാർട്സുകൾ ആണെങ്കിൽ നമുക്ക് ഏത് ചെയ്യാം, കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം അല്ലെ, ഡിസിൻഫെക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതെല്ലാം റീയൂസ് ചെയ്യാൻ കഴിയാത്ത നീഡിൽസ് പോലുള്ള ഷാർട്സുകൾ ആണെങ്കിൽ അതിനെന്താണ് മ്യൂട്ടിലേഷനോ അല്ലെങ്കിൽ ഷ്രെഡിങ്ങിനോ വിധേയമാക്കേണ്ടതാണ്. ഓക്കെ, ആ രീതിയിലാണ് അത്തരം വേസ്റ്റുകളെ ഇല്ലാതാക്കുന്നത്. ക്ലിയർ ആണോ? 4 കാറ്റഗറീസും ക്ലിയർ ആണോ എല്ലാവർക്കും? ആൻഡ് ദ ഫിഫ്ത് വൺ, discarded medicine and cytotoxic drugs. Okay, cytotoxic drugs എന്താണെന്ന് പറഞ്ഞു. Then discarded medicines, അത് ഏതൊക്കെ വരാം? Waste, makeup of wasted, contaminated and out of date medicines. ഏതൊക്കെ വരാം? നമ്മൾ ഉപയോഗിക്കാത്ത മെഡിസിൻസ് വരാം അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് വരാം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് വരാം. ഓക്കെ, ഇത്തരം വേസ്റ്റുകളെ ഏത് കാറ്റഗറീസിലാണ് വരുന്നത്? കാറ്റഗറി നമ്പർ 5 ഡിസ്കാർഡഡ് ആൻഡ് മെഡിസിൻസ് ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്, ആ ഒരു കാറ്റഗറീസിലാണ് വരുന്നത്. ഏത് കളർ ഓഫ് കണ്ടെയ്നറിലാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടത്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ബ്ലാക്കിലോ റെഡിലോ പ്ലാസ്റ്റിക് ബാഗിലാണ് ഇത്തരം വേസ്റ്റുകളെ, നമ്മൾ ഉപയോഗിക്കാത്ത മരുന്നുകൾ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന്, അതും അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനെ എങ്ങനെയാണ് റിമൂവൽ ചെയ്യേണ്ട പ്രോസസ് ഏതൊക്കെയാ? ഇൻസിനറേഷൻ മെത്തേഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇൻസിനറേഷൻ, ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് ആ വേസ്റ്റുകളെ ഇല്ലാതാക്കാം. അതുമല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ്, മരുന്നുകളെ നശിപ്പിച്ച് കളയാം. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ് ഫിൽസ്. ഓക്കെ, സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡിൽ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ആ ഒരു എന്താണ് ലാൻഡ് ഫിൽസ്, ആ പ്രോസസ്സ് നമ്മൾ ഇവിടെ നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. എന്താണ് പരിസ്ഥിതിക്ക്, എൻവയോൺമെന്റിന് ദോഷകരമാകാത്ത രീതിയിൽ ഇത്തരം വേസ്റ്റുകളെ നശിപ്പിച്ച് കളയാവുന്നതാണ്. ഓക്കെ, സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസിൽ, ഓക്കെ, ആൾതാമസമില്ലാത്ത പ്രദേശത്ത് ലാൻഡ് ഫില്ല് ചെയ്യാവുന്നതാണ് ഇത്തരം മെഡിസിൻസ്. ക്ലിയർ ആണോ? അപ്പൊ ഏത് കളർ ഓഫ് ബാഗിലാണ് നമ്മൾ ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്? ബ്ലാക്ക് കളറിലുള്ള ബാഗ് ആയിരിക്കാം, അല്ലെങ്കിൽ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ കാറ്റഗറി നമ്പർ 6, സോയിൽഡ് വേസ്റ്റ്. ഏതൊക്കെയാണ് സോയിൽഡ് വേസ്റ്റിൽ വരുന്നത്? ഐറ്റംസ് പൊല്യൂട്ടഡ് വിത്ത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എല്ലാ മെറ്റീരിയൽസും ഏതൊക്കെ ആയിരിക്കാം? ഏതൊക്കെയാകാം? കോട്ടൺസ് വരാം അല്ലെ, ഡ്രസ്സിങ്സ് വരാം, ദെൻ ബാൻഡേജ് വരാം, പിന്നെ ഏതാണ് പ്ലാസ്റ്റർ കാസ്റ്റ് വരാം, ലിനൻസ്, ബെഡ് ആൻഡ് ബ്ലഡ് കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. ഓക്കെ, ഈ രീതിയിൽ വരുന്ന എല്ലാ ഐറ്റംസും ബ്ലഡുമായിട്ട് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എല്ലാ മെറ്റീരിയൽസിനെയും എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതിനെ എന്താണ് നിർവീര്യമാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? മൈക്രോവേവിംഗ് ആണ്. ഓക്കെ, അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോവേവിംഗ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാണ്? കാറ്റഗറി നമ്പർ 7 വരുന്നത് സോളിഡ് വേസ്റ്റ് ആണ്. Waste produced by disposable products other than sharp waste, including tubing, catheters, intravenous system, etc. ഷാർപ്സ് അല്ലാത്ത, അതർ ദാൻ ഷാർപ്സ് വേസ്റ്റ്, ഷാർപ്സ് അല്ലാത്ത മറ്റ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കാം? ട്യൂബ്സുകൾ, കത്തീറ്റേഴ്സ്. എന്താ കത്തീറ്റർ? നമ്മൾ ശരീരത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ് ഇൻസേർട്ട് ചെയ്യാറുണ്ട്. ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ശരീരത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള ഇൻസേർട്ട് ചെയ്യാറുണ്ട്. അതിനെയാണ് കത്തീറ്റേഴ്സ്, അത്തരത്തിലുള്ള ഫ്ലെക്സിബിൾ ട്യൂബ്സുകൾ. ദെൻ IV അല്ലെങ്കിൽ ഇൻട്രാവെനസ് സിസ്റ്റംസ്, ഇതും എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു തിൻ ട്യൂബ് ആണ്. ഇത് വെയിൻസിലേക്ക് നമ്മൾ മെഡിസിൻസ് കൊടുക്കാനായിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ട്യൂബ്സ് ആണ് IV ട്യൂബ്. ഇത്തരത്തിലുള്ള എന്താണ് ഈ സോളിഡ് വേസ്റ്റുകളും നമ്മൾ റെഡ് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മാറിപ്പോകുന്നുണ്ടോ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? സ്ക്രോൾ ചെയ്യാവോ? കാറ്റഗറി നമ്പർ 6. ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ?
കാറ്റഗറി നമ്പർ 7. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പോൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള വേസ്റ്റുകളെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്? റെഡ് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അതിനെ പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്? ഡിസ്ഇൻഫെക്ട് ചെയ്യാം അല്ലെ, സൊല്യൂഷൻ യൂസ് ചെയ്യാം, അതുമല്ലെങ്കിൽ എന്താണ് ഓട്ടോക്ലേവ് ചെയ്യാം, അല്ലെങ്കിൽ ഏതാണ് മൈക്രോവേവിങ്ങിന് വിധേയമാക്കാം, അതുമല്ലെങ്കിൽ മ്യൂട്ടിലേഷൻ. എന്തായിരുന്നു മ്യൂട്ടിലേഷൻ? അതിനെ രൂപമാറ്റം വരുത്താം, വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അതിനെ രൂപമാറ്റം വരുത്താവുന്നതാണ്. അതല്ലെങ്കിൽ ഷ്രെഡിങ്, ചെറിയ പീസുകളാക്കി അതിന്റെ സൈസ് കുറയ്ക്കാവുന്നതാണ്. ഈ രീതിയിലായിരിക്കണം ഇത്തരം സോളിഡ് വേസ്റ്റുകളെ റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? കാറ്റഗറി നമ്പർ 7. ക്ലിയർ ആണോ? യെസ്. ദെൻ കാറ്റഗറി നമ്പർ 8 ഏതാ വരുന്നത്? ലിക്വിഡ് വേസ്റ്റ്. ഓക്കെ, ലിക്വിഡ് വേസ്റ്റ് ഏതൊക്കെയാണ്? വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലബോറട്ടറി ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് വാഷിംഗ്, ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ടാസ്ക്. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ എന്താണ് ഏരിയ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ വരുന്ന വാട്ടർ നമ്മൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഡ്രെയിൻസിലോട്ടാണ് അത് പോകുന്നത്. അതിനെന്താണ് പ്രത്യേക ഒരു കണ്ടെയ്നർ പറയുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഡ്രെയിൻസിലോട്ടാണ് ഇത്തരം കെമിക്കൽസ് അടങ്ങിയ വാട്ടർ പോകുന്നത്. ക്ലിയർ ആണോ? ഇത്തരം ലിക്വിഡ് വേസ്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് ഡ്രെയിനേജിലോട്ടാണ് പോകുന്നത്. ദെൻ കാറ്റഗറി നമ്പർ 9, അതിലെന്താ പറയുന്നത്? ഇൻസിനറേഷൻ ആഷ്. എന്താണ് ഇൻസിനറേഷൻ ആഷ് എന്ന് പറഞ്ഞാല്? എന്താണ് ഇൻസിനറേഷൻ ആഷ്? ആഷ് ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലേ? ഇൻസിനറേറ്റർ ഡിവൈസിലൂടെ കടത്തിവിടുന്ന എല്ലാ മെഡിക്കൽ വേസ്റ്റുകളും, എല്ലാ ബയോമെഡിക്കൽ വേസ്റ്റുകളും അവസാനം ഫൈനൽ പ്രോഡക്റ്റ് ഏതായിട്ടാണ് മാറുന്നത്? ആഷ് ആയിട്ടാണ് മാറുന്നത്, ചാരമായിട്ടാണ് മാറുന്നത്. അതാണ് അറിയപ്പെടുന്നത് ഇൻസിനറേഷൻ ആഷ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇൻസിനറേഷൻ ആഷ് ഇത് ഹൈലി എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണ് ഇൻസിനറേഷൻ ആഷ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാ എന്താണ് കെമിക്കൽ ഇൻഗ്രീഡിയൻസും അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻസസ് ആണ് ഈ ആഷ് എന്ന് പറയുന്നത്. അതിനെ ബ്ലാക്ക് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ് ഫില്ല്, അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് അതിൽ കാറ്റഗറൈസേഷൻ നടത്തിയിട്ട് അതിലെല്ലാ കെമിക്കൽ എന്താണ് പാർട്ടിക്കിൾസിനെയും ഇല്ലാതാക്കിയതിന് ശേഷമായിരിക്കണം മുനിസിപ്പൽ ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടായിരിക്കണം എന്ത് ഇത്തരം വേസ്റ്റുകൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇത്തരം ഇൻസിനറേഷൻ ആഷിൽ നിന്നും എല്ലാ കെമിക്കൽ പാർട്ടിക്കിൾസും റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കണം ഇതിനെ ഡിസ്പോസ് ചെയ്യേണ്ടത്. Then the last one, chemical waste. Chemical waste ഏതൊക്കെ വരാം? Chemical used in the manufacture of biological products, chemical used to clean surfaces, chemical used to as pesticide etc. Okay, ഇതെല്ലാം കൊണ്ടുവന്ന മെറ്റീരിയൽസ് അല്ലെ, ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന മെറ്റീരിയൽസ്, ഈ കെമിക്കലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ അത് എന്താണ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ച ബോട്ടിൽസ്, ഇതെല്ലാം എന്താണ് കെമിക്കൽ വേസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് സൊല്യൂഷൻ, നമ്മൾ സർഫസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ, ഇതെല്ലാം എങ്ങനെയാണ് കെമിക്കൽ വേസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ ബ്ലാക്ക് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ലിക്വിഡ് ആണെങ്കിൽ, കെമിക്കൽ ലിക്വിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഡ്രെയിനേജിലോട്ടാണ് അത് പോകുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള കെമിക്കൽ വേസ്റ്റുകൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? സോളിഡ് ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ ആണെങ്കിൽ ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? കെമിക്കൽ വേസ്റ്റിൽ ലിക്വിഡ് വേസ്റ്റ് ഉണ്ടാകാം, അതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന കോട്ടൺസ് പോലുള്ള സോളിഡ് വേസ്റ്റുകളും ഉൾപ്പെടാം. അത്തരത്തിലുള്ള ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഡ്രെയിനേജിലോട്ടാണ് പോകുന്നത്. അതല്ല സോളിഡ് വേസ്റ്റ് ആണെങ്കിൽ അതെന്താണ് ലാൻഡ് ഫില്ലിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവരും? അപ്പോ ഏതൊക്കെയാണ് ഒരു 10 കാറ്റഗറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ് 10 കാറ്റഗറീസ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് കാറ്റഗറി ഏതായിരുന്നു? അതെ, ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ആണ് കാറ്റഗറി നമ്പർ 1 ആയിട്ട് വരുന്നത്. ഓക്കെ, ഏതൊക്കെ വരാം ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റില്?
ഹ്യൂമൻ tissue organs. ബോഡി പാർട്സ്. ഹ്യൂമൻ ടിഷ്യൂസ് വരാം, ഓർഗൻസ് വരാം, ബോഡി പാർട്സ് വരാം. ദെൻ ഇതിന് ഏത് കളർ ഓഫ് കണ്ടെയ്നറിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? യെല്ലോ യെല്ലോ ബാഗ്. ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. മെത്തേഡ് ഏതാണ്? ഇതിനെ പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്യാൻ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് ഏതാണ്? ഒന്നില്ലെങ്കിൽ ഇൻസിനറേഷൻ മെത്തേഡ്, ഡീപ്പ് ബ്യൂറിയൽ, അല്ലെങ്കിൽ ഡീബ്യൂരിയൽ അല്ലെ, അത് ആ മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അനിമൽ വേസ്റ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യെല്ലോ ബാഗിലായിരിക്കണം. യെല്ലോ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ആ സെയിം മെത്തേഡ് അല്ലെ, ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഡീപ് ബറിയൽ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ദെൻ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റുകൾ ആണെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടത്? യെല്ലോ ആൻഡ് റെഡ് ബാഗ്, അതിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഏത് മെത്തേഡാ ഫോളോ ചെയ്യേണ്ടത്? ലോക്കൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ. ലോക്കൽ ഓട്ടോക്ലേവിംഗ് എന്നാണ്, സ്റ്റീം യൂസ് ചെയ്ത് അത്തരം ഡിവൈസുകളെ ജെം ഫ്രീ ആക്കാം. അല്ലെങ്കിൽ എന്താണ് മൈക്രോവേവിംഗ്, മൈക്രോവേവ് എനർജിയുടെ ഹെൽപ്പോടുകൂടി അത്തരം ഡിവൈസുകളിൽ നിന്നും ഇൻഫെക്ഷനെ റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസിനറേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ദെൻ വേസ്റ്റ് ഷാർപ്സ് ഒബ്ജക്ട്സുകൾ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളർ ബാഗ്സ് പങ്ക്ചർ പ്രൂഫ് പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? റീയൂസ് ചെയ്യാൻ കഴിയുന്ന, വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന എന്താണ് ഷാർപ്സുകൾ ആണെങ്കിൽ നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റിന് വിധേയമാക്കാം അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ യൂസ് ചെയ്ത് ജെം ഫ്രീ ആക്കി എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? മ്യൂട്ടിലേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ ഷ്രെഡിങ് ചെയ്യാവുന്നതാണ്. എന്താണ് മ്യൂട്ടിലേഷൻ? അതിന്റെ രൂപമാറ്റം വരുത്തുക അല്ലെ, വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അത്തരം ഷാർപ്സുകളെ രൂപമാറ്റം വരുത്തുക, അതാണ് മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എന്താണ്? ഷ്രെഡിങ് ചെയ്യാവുന്നതാണ്. ചെറിയ പീസുകളാക്കി എന്താണ് ഷാർപ്സിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ഡിസ്കാർഡഡ് മെഡിസിൻസ് ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സുകളെ ഏത് കളർ ഓഫ് കണ്ടെയ്നറിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ബ്ലാക്ക് ആൻഡ് റെഡ് ബാഗ്. ബ്ലാക്ക് കളർ അല്ലെങ്കിൽ റെഡ് കളർ ബാഗിലായിരിക്കണം, പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഏത് മെത്തേഡാ ഫോളോ ചെയ്യേണ്ടത്? ഇൻസിനറേഷൻ ആൻഡ് ഡ്രഗ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ് ഫിൽസ്. ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ട് അല്ലെ, എൻവയോൺമെന്റിനെ ഹാംഫുൾ ചെയ്യാത്ത രീതിയിൽ എന്താണ് ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് ഇൻസിനറേഷൻ പ്രോസസ്സിന് വിധേയമാക്കാവുന്നതാണ്. ദെൻ ഡിസ്കാർഡഡ് മെഡിസിൻസ് ആൻഡ് നെക്സ്റ്റ് വൺ സോയിൽഡ് വേസ്റ്റ്. ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, കോട്ടൺസ്, ബാൻഡേജ് പോലുള്ളവ എന്ത് ചെയ്യാം? റെഡ് ആൻഡ് യെല്ലോ ബാഗിലായിരിക്കണം. റെഡ് കളർ അല്ലെങ്കിൽ എന്താണ് റെഡ് ബാഗിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്പോസ് ചെയ്യേണ്ടത്. മൈക്രോവേവിംഗ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ദെൻ കാറ്റഗറി നമ്പർ 7 സോളിഡ് വേസ്റ്റുകൾ. അതർ ദൻ ഷാർപ്പ് അല്ലാത്ത മറ്റുള്ള വേസ്റ്റുകളെ എന്താണ് ചെയ്യേണ്ടത്? ഡിസ്പോസിബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒന്നില്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, മ്യൂട്ടിലേഷൻ, ഷ്രെഡിംഗ്, ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിലോ അത് ഡയറക്റ്റ് ഡ്രെയിനേജിലോട്ടാണ് പോകുന്നത്. ദെൻ ഇൻസിനറേഷൻ ആഷ് എന്താ ചെയ്യേണ്ടത്? ബ്ലാക്ക് ബാഗിൽ, ബ്ലാക്ക് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇൻസിനറേറ്റർ ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിനറേറ്റർ ഡിവൈസിൽ അവശേഷിക്കുന്ന ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഇൻസിനറേഷൻ ആഷ്. അത് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള, ഹൈലി ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് ആണ് ഇൻസിനറേഷൻ ആഷ്. അതിനെ ഡിസ്പോസൽ എങ്ങനെയാണ്? ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ടാണ്. അതിലെ എല്ലാ കെമിക്കൽ പാർട്ടിക്കിൾസും റിമൂവ് ചെയ്തതിനു ശേഷം എൻവയോൺമെന്റിനെ ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കണം ലാൻഡ് ഫില്ല് ചെയ്യാനായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദെൻ കാറ്റഗറി നമ്പർ 10 ആൻഡ് ദ ലാസ്റ്റ് വൺ കെമിക്കൽ വേസ്റ്റ്. സോളിഡ് വേസ്റ്റ് വരാം അല്ലെങ്കിൽ ലിക്വിഡ് വേസ്റ്റ് വരാം. ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡ്രെയിനേജിലോട്ടാണ് പോകുന്നത്. അല്ല സോളിഡ് വേസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലാക്ക് കളർ ബാഗിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ?
Okay. Then biomedical waste management and handling rules. ഒരു നിയമം വന്നു. ഏത് ഇയറിലായിരുന്നു ഇത്? In which year? 1998 ആ നിയമം നിലവിൽ വന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ് ഫസ്റ്റ് അമെന്റ്മെന്റ് എന്നായിരുന്നു? 2000 ഫസ്റ്റ് അമെന്റ്മെന്റ് ഭേദഗതി വരുത്തിയത് എന്നാണ് 2000 ഫസ്റ്റ് അമെന്റ്മെന്റ്. സെക്കൻഡ് അമെന്റ്മെന്റ് എന്നായിരുന്നു? 2003 അതേപോലെ തന്നെ 2018 19 എന്താണ് മാറ്റങ്ങൾ, ഈ നിയമത്തില് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിയമപ്രകാരം ആസ് പെർ ദി ലോ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്? എന്തൊക്കെയാണ്? മറ്റു വേസ്റ്റുമായിട്ടൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല. മിക്സ് ചെയ്യരുത്. പിന്നെന്തായിരുന്നു? തരംതിരിച്ച് ലേബൽഡ് ബാഗിൽ യൂസ് ചെയ്യണം. സോർട്ട് ഔട്ട് ചെയ്ത് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇതിനെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ എന്താണ് ഒരു സ്റ്റാഫിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? എന്താണ് ഇതുമായിട്ട് ഇത്തരം വേസ്റ്റുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്താണ്? എന്താണ് ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇത്തരം വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? അത് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകൾക്കാണ്. ഓക്കെ. ദെൻ മെയിൻ ആയിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 2 പ്രോസസ്സ്? വേസ്റ്റ് കളക്ഷൻ ആൻഡ് സെഗ്രിഗേഷൻ. വേസ്റ്റ് കളക്ഷനിൽ എന്താ പറയുന്നത്? വേസ്റ്റ് കളക്ഷനിൽ പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് സെപ്പറേറ്റ് ബാഗിൽ കളക്ട് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് അല്ലെ, പ്രോപ്പർ ആയിട്ട് എല്ലാ ബയോമെഡിക്കൽ വേസ്റ്റുകളെയും സെഗ്രിഗേറ്റ് ചെയ്ത് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം വേസ്റ്റുകൾ കളക്ട് ചെയ്യേണ്ടത്. വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് വേസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ സെഗ്രിഗേഷനിൽ എന്താ പറയുന്നത്? വേസ്റ്റുകളൊക്കെ വേർതിരിക്കാന് ഇഞ്ചുറീസ് ഒക്കെ ഇല്ലാതാവാൻ വേണ്ടി ഇത്തരത്തിൽ വേർതിരിച്ച് ഓരോ ലേബിൾഡ് ബാഗിൽ നിക്ഷേപിക്കുന്നത് മൂലം എന്ത് പറ്റുന്നുണ്ട്? എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാതെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈസിലി നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ, ട്രാൻസ്പോർട്ടേഷൻ നടത്താനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകളെ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ സെഗ്രിഗേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇത്തരത്തില് ഹോസ്പിറ്റലിൽ നിന്നും ഇത്തരം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് സ്റ്റോറേജ് ചെയ്യേണ്ടത്. ഓക്കെ. അതിനുശേഷം വരുന്നത് പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ് ആണ്. ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റിൽ നിന്നും എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, PP നമ്മൾ പഠിച്ചില്ലേ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ആ ഡിവൈസുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ബയോമെഡിക്കൽ വേസ്റ്റുകളെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? ഇൻസിനറേഷൻ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ആ പ്രോസസ്സുകൾ? ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ മെത്തേഡ് നമ്മൾ പഠിച്ചു? ഇൻസിനറേഷൻ പഠിച്ചു. പിന്നെന്തായിരുന്നു? മൈക്രോവേവിങ്, ഓട്ടോക്ലേവിങ്, മ്യൂട്ടിലേഷൻ, ഷ്രെഡിങ്. ഓക്കെ. അപ്പോ ഈ മെത്തേഡ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്കും കൂടി ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാഡം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്.